ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ? അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടോ. കൂടുതൽ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. അതിനായിട്ട് ഞാനിത് കുക്കറിലേക്ക് നമ്മുടെ കഴുകി വെച്ച ബീഫാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പില ഇടാം. പൊടികളായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഹാഫ് മതി, ഉപ്പ് നമുക്ക് ആവശ്യത്തിനും, കുരുമുളക് പൊടി 1 ടീസ്പൂൺ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട. ഇങ്ങനെ നമുക്ക് കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റിയിട്ട് 15 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണേ. അപ്പം ഇവിടെ നല്ല മഴയാണ്, അപ്പം മഴയുടെ സൗണ്ടൊക്കെ കേൾക്കാം. അതുകൊണ്ട് വോയിസിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുക്കറിൽ വേവുന്നതിന് മുന്നേയായിട്ട് ഞാനിതാ ഒരു പൊടി റെഡിയാക്കുന്നുണ്ട്. അതിന് വലിയ ജീരകം, പിന്നെ കറുകാപ്പട്ട, ഏലക്കായ്, കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടൊന്ന് പൊടിച്ചിട്ടൊരു മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു പൊടിയായിട്ട് എടുക്കുക. പിന്നെ നമുക്ക് കറി വെക്കേണ്ട പാത്രം എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക് ഇടണ്ട, നമ്മൾ കുക്കറിൽ ഇട്ടതാണല്ലോ ഇറച്ചീൻ്റെ കൂടെ, അതുകൊണ്ട് അത് വേണ്ട. പിന്നെ നമുക്ക് മല്ലിച്ചപ്പോ കറിവേപ്പില ഇടാം. പിന്നെ 1-2 ചെറിയ തക്കാളി മുറിച്ചിട്ട് അതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ആ വഴറ്റിയിട്ട് അതിലേക്ക് ഒരു 10 മിനിറ്റോളം ഒന്ന് വഴറ്റി അതിൻ്റെ ഉള്ള തക്കാളിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന വരെ നന്നായിട്ടൊന്ന് കുക്കായി വരണേ. അതായത് കണ്ട അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞളും, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടിയും, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച ആ ബീഫ് എടുത്തിട്ട് എന്ത് ചെയ്യാം, നേരെ അതിലേക്ക് ഒഴിക്കാം. ഇതിൽ വെള്ളമൊന്നും വേണ്ട, കാരണം ബീഫിലുള്ള വെള്ളമൊക്കെ നമുക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പം അത് മതി. ഇനി നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിക്കണേ. അത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കിയാൽ നല്ല അടിപൊളി സ്മെല്ലും വരും. മാത്രമല്ല ബീഫിലുള്ള നെയ്യൊക്കെ ഇറങ്ങി വന്ന് നല്ല അടിപൊളിയായിട്ട് കറിയും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. മാസ്റ്റർ ചെയ്യാണ്, അടിപൊളി ടേസ്റ്റും ആയിരുന്നേ. ഇത്രയും സിമ്പിളായിട്ടും അടിപൊളി ടേസ്റ്റി ആയിട്ടും ബീഫ് കറി തയ്യാറാക്കാൻ പറ്റുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നേറ്റം തരിക. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ, ടേക്ക് കെയർ.